സോ ഗ്രേറ്റ് ടൈറ്റൻ വാർ എന്ന് പറയുന്നത് നമ്മുടെ കോങ്ങിൻ്റെ ഇനവും ഗോഡ്സ്ലേയുടെ ഇനവും തമ്മിലാണ് നടന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇനത്തിന് അതായത് ആ ഒരു സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ചില ഏപ്സ് ഉണ്ടല്ലോ, സോ അവരാണ് ഈ സ്കൾ ഐലൻഡിൽ പോയി എത്തിയത്, നമ്മുടെ കോങ്ങിൻ്റെ പേരൻസും വേറെ ചില ഏപ്സും ഒക്കെ. അപ്പോൾ അവർ ഈ സ്കൾ ഐലൻഡിൽ വന്നിട്ട് അവിടെ ഇവർ സന്തോഷമായിട്ടാണ് ജീവിച്ചത്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ ഒരു സ്കൾ ഐലാൻഡിൽ വന്ന് നമ്മുടെ സ്കൾ ക്രോളേഴ്സ് ഉള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഈ സ്കൾ ക്രോളേഴ്സുമായിട്ട് ഇവർക്ക് പലതവണ ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കോങ്ങിൻ്റെ ആ ഒരു ഇനത്തിൽ തന്നെ ലാസ്റ്റ് പിടിച്ച് നിന്നതാണെന്ന് വെച്ചാൽ കോങ്ങിൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം ഇവർ വന്ന് ആ ഇനത്തിൽ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള 2 ഏപ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ഈ കോങ്ങിൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കോങ് ജനിക്കാറായ ഒരു സമയത്ത് ഈ സ്കൾ ക്രോളേഴ്സ് വന്ന് ഒരു വലിയ ഫൈറ്റ് എടുക്കും. കോങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കും, ബട്ട് അദ്ദേഹവും മരിച്ചു പോകും. പിന്നെ കോങ് ജനിച്ച ആ സ്പോട്ടിൽ തന്നെ കോങ്ങിൻ്റെ അമ്മയും ഈ സ്കൾ ക്രോളേഴ്സ് എന്ത് ചെയ്യും, കൊന്നുകളയും. അതായത് കോങ് വന്ന് തൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ അതായത് ഒരു 12 സെക്കൻഡ്സിന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിനുള്ളിൽ തന്നെ കോങ്ങിൻ്റെ അമ്മയെ കോങ്ങിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ സ്കൾ ക്രോളേഴ്സ് കൊന്നുകളയുന്നുണ്ട്. അതായത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എത്രത്തോളം ഒരു ഡാർക്കായിട്ടുള്ള അവസ്ഥയായിരിക്കും. നമ്മുടെ കോങ് ജനിച്ച് തൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പോലും ഇല്ല, അതിനുള്ളിൽ തന്നെ തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തൻ്റെ അച്ഛനും അമ്മയെ കൊല്ലുന്നത് ഉറപ്പായിട്ടും ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള കാര്യം തന്നെയാണ്. കോങ്ങിൻ്റെ അമ്മേനെ സേഫായിട്ടൊരു പ്ലേസിലാക്കി കൊടുക്കും. സോ അവിടെ എഴുതാൻ നമ്മുടെ കോങ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ തൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നത് നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഇതാണ് കോങ്ങിൻ്റെ ഒരു സാഡായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി.